യുഎഇയുടെ തൊഴിൽ സംസ്കാരത്തിൽ റംദാൻ മാസം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. വിശ്വാസികൾക്കും അല്ലാത്തവർക്കും ഒരുപോലെ ആശ്വാസകരമായ രീതിയിൽ സ്വകാര്യ മേഖലയിലെ തൊഴിൽ സമയം പ്രതിദിനം 2 മണിക്കൂർ കുറയ്ക്കണമെന്ന് നിയമം നിഷ്കർഷിക്കുന്നുണ്ട്. ഇത് വെറുമൊരു ആചാരം മാത്രമല്ല, മറിച്ച് 2021 33-ാം നമ്പർ ഫെഡറൽ നിയമപ്രകാരമുള്ള നിയമപരമായ ഒരു കാര്യമാണ്. തൊഴിലുടമകൾ ഈ നിയമം ലംഘിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ജീവനക്കാരുടെ ക്ഷേമവും മതപരമായ മൂല്യങ്ങളോടുള്ള ആദരവും മുൻനിർത്തി നടപ്പിലാക്കുന്ന ഈ നിയമം തൊഴിലിടങ്ങളിലെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ യുഎഇ ഭരണകൂടം സദാ സന്നദ്ധമാണ്. യുഎഇയിലെ സ്വകാര്യ മേഖലയിലെ തൊഴിൽ നിയമപ്രകാരം റംദാൻ മാസത്തിൽ തൊഴിൽ സമയം കുറയ്ക്കേണ്ടത് നിർബന്ധമാണ്. ഇത് പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് പിഴയും ഓവർടൈം ബാധ്യതകളും ഉണ്ടാകും. ഈ നിയമം ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ തൊഴിലാളികൾക്ക് പരാതി നൽകാൻ അവസരം യുഎഇ അധികൃതർ നൽകുന്നുണ്ട്. യുഎഇയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ റംദാൻ മാസത്തിൽ തൊഴിൽ സമയം കുറയ്ക്കേണ്ടത് നിയമപരമായി നിർബന്ധമാണെന്ന് നിയമവിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. ഇതൊരു സന്മനസ് പ്രവർത്തനം മാത്രമല്ല, ഫെഡറൽ തൊഴിൽ നിയമപ്രകാരമുള്ള നിയമപരമായ ആവശ്യകതയാണ്. ഈ നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് പിഴയും ഓവർടൈം ബാധ്യതകളും തൊഴിലാളി തർക്കങ്ങളും നേരിടേണ്ടി വരും. Federal Decree Law Number 33 of 2021 on the Regulation of Labor Relations പ്രകാരം തൊഴിൽ വിവേചനം നേരിട്ടാലോ റംദാനിലെ തൊഴിൽ സമയം നൽകുന്നതിൽ വ്യത്യാസം കാണിച്ചാലോ തൊഴിലാളികൾക്ക് പരാതി നൽകാം. ക്യാബിനറ്റ് റെസൊല്യൂഷൻ നമ്പർ 1 of 2022 അനുസരിച്ച് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് റമദാൻ മാസത്തിൽ പ്രതിദിനം 2 മണിക്കൂർ തൊഴിൽ സമയം കുറയ്ക്കേണ്ടത് നിർബന്ധമാണ്. ഈ നിയമം എല്ലാ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും ബാധകമാണ്. അവരുടെ മതമോ ഉപവാസമാണോ എന്നൊന്നും പരിഗണിക്കാതെ ഇത് നൽകണം. ഇത് തൊഴിലുടമ നടപ്പിലാക്കിയില്ലെങ്കിൽ നിയമലംഘനമായി കാണും. തൊഴിലുടമ റമദാൻ മാസത്തിൽ സാധാരണ തൊഴിൽ സമയം തുടരുകയാണെങ്കിൽ അത് നിയമപരമായ ലംഘനമായി കണക്കാക്കും. പരാതി ലഭിക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്താൽ മാനവ വിഭവശേഷി എമറൈറ്റൈസേഷൻ മന്ത്രാലയത്തിൽ അഥവാ മൊഹ്റയിൽ നിന്ന് സ്ഥാപനങ്ങൾക്ക് ഭരണപരമായ പിഴകൾ നേരിടേണ്ടി വരും. നിയമലംഘനത്തിന്റെ ഗൗരവവും ദൈർഘ്യം, ബാധിച്ച ജീവനക്കാരുടെ എണ്ണം എന്നിവയനുസരിച്ച് പിഴയുടെ തുകയിൽ മാറ്റം വരാം. അതായത് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. നിയന്ത്രണപരമായ പിഴകൾക്ക് പുറമെ സ്ഥാപനങ്ങൾക്ക് ജീവനക്കാർക്ക് സാമ്പത്തിക ബാധ്യതകളും ഉണ്ടാകാം. യുഎഇയിലെ തൊഴിൽ നിയമങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മാതൃകകളിൽ ഒന്നായി മാറുന്നത് ഇത്തരം മാനുഷിക പരിഗണനകൾ നൽകുന്നത് കൊണ്ടാണ്. റമദാനിലെ കുറഞ്ഞ തൊഴിൽ സമയം ജീവനക്കാർക്ക് അവരുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവസരമൊരുക്കുന്നതാണ്. നിയമങ്ങൾ പാലിക്കാത്ത കമ്പനികൾക്കെതിരെ മൊഹ്റ ആപ്പിലൂടെയോ ടോൾ ഫ്രീ നമ്പറിലൂടെയോ രഹസ്യമായി പരാതി നൽകാൻ തൊഴിലാളികൾക്ക് സാധിക്കും. ഇത്തരം കൃത്യമായ നിയമനിർമ്മാണങ്ങൾ വഴി തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനൊപ്പം രാജ്യത്തെ ഉത്പാദനക്ഷമതയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ നിലനിർത്താൻ യുഎഇക്ക് സാധിക്കുന്നു. നിയമം ലംഘിക്കുന്നവർ പിഴയ്ക്കും നിയമ നടപടികൾക്കും വിധേയരാകുന്നത് രാജ്യത്തെ തൊഴിൽ സുരക്ഷയുടെ ഉറപ്പാണ്. തൊഴിലാളികൾക്ക് പരാതി നൽകാനായി മൊഹ്റ ഒരുക്കിയ സ്മാർട്ട് ചാനലുകൾ വിപ്ലവകരമാണ്. തൊഴിലുടമയുടെ പീഡനമോ നിയമലംഘനമോ ഉണ്ടായാൽ രഹസ്യമായി പരാതി നൽകാനും ലേബർ കോടതിയിൽ സൗജന്യമായി കേസ് നടത്താനും തൊഴിലാളികൾക്ക് അവകാശമുണ്ട്. തൊഴിൽ കരാർ അവസാനിക്കുമ്പോൾ തൊഴിലാളികൾക്ക് നൽകേണ്ട സർവീസ് ആനുകൂല്യങ്ങൾ കൃത്യമായി കണക്കാക്കപ്പെടുന്നു. സാമ്പത്തിക വളർച്ചയോടൊപ്പം തന്നെ തൊഴിലാളികളുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് യുഎഇ ഉറപ്പുവരുത്തുന്നു. മാനുഷികമായ ഈ സമീപനം അന്താരാഷ്ട്ര തലത്തിൽ യുഎഇയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണലുകളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു.